ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റാത്ത് അക്കേലി ഹെ എന്ന 2020 പുറത്തിറങ്ങിയ സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രക്ക് ഒരു കാറിൽ ഇടിക്കുന്നത് നമ്മൾ കാണുന്നു. അതിലുണ്ടായിരുന്ന ഡ്രൈവറിനും ഒരു സ്ത്രീക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. ട്രക്ക് ഡ്രൈവർ ആ സ്ത്രീയെയും ഡ്രൈവറെയും കൊല്ലുന്നു. തുടർന്ന് അവരുടെ മൃതദേഹങ്ങൾ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചിടുന്നു. കുഴിച്ചിടുന്നതിന് മുൻപ് മൃതദേഹം അഴുകിപ്പോകാനായി അയാൾ അതിന്മേൽ ആസിഡ് ഒഴിച്ചിരുന്നു. എന്നാൽ അബദ്ധവശാൽ അതേ ആസിഡ് അയാളുടെ കയ്യിലും വീഴുന്നു. ഇനി കഥ 5 വർഷം മുന്നോട്ട് പോകുന്നു. അവിടെ നമ്മൾ പോലീസ് ഇൻസ്പെക്ടർ ജാട്ടിൽ യാദവിനെ കാണുന്നു. ജാട്ടിലിന് വിവാഹത്തിനായി ഒരു പെൺകുട്ടിയെയും ഇഷ്ടപ്പെടാത്തതിൽ അവന്റെ അമ്മ അസ്വസ്ഥയാണ്. ജാട്ടിൽ ഇരുണ്ട നിറമുള്ളവനായിരുന്നു. അതിനാൽ പെൺകുട്ടികൾ പലപ്പോഴും നിറം കണ്ടു തന്നെ അവനെ നിരസിക്കുമായിരുന്നു. അതുകൊണ്ട് വെളുക്കാനായി അവൻ ഫെയർ ആൻഡ് ലവ്ലി ക്രീം പുരട്ടുമായിരുന്നു. ഒരു വലിയ മനുഷ്യനായ രഘുവീർ മരിച്ചുവെന്ന് ജാട്ടിലിന് വിവരം ലഭിക്കുന്നു. അതിനാൽ അവൻ അന്വേഷണത്തിനായി അവിടെ എത്തുന്നു. അന്ന് രഘുവീറിന്റെ 2ാം വിവാഹമായിരുന്നു. എന്നാൽ ആരോ അദ്ദേഹത്തെ കൊലപ്പെടുത്തി. രഘുവീറിന്റെ മരുമകൻ വിക്രമാണ് ആദ്യം മൃതദേഹം കണ്ടത്. ജാട്ടിൽ ചോദിച്ചപ്പോൾ താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെ രാത്രി 9:30 അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നും 11:30 തിരിച്ചെത്തിയെന്നും പിന്നെ കുറച്ചു പേർക്ക് അമ്പലത്തിൽ പോകേണ്ടിയിരുന്നതുകൊണ്ട് അവരെ കൊണ്ടുപോയി 12:30 തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടു എന്നും വിക്രം പറയുന്നു. ജാട്ടിൽ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ കൊണ്ടുവിട്ട സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് 15-20 മിനിറ്റ് ദൂരമേയുള്ളൂ, പിന്നെങ്ങനെ ഇത്രയും സമയമെടുത്തു? രഘുവീറിന്റെ അളിയൻ രമേശ് പറയുന്നു, വിവാഹ സീസൺ അല്ലേ, ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് വൈകിയത്. 11:30 താൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും അപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നുവെന്നും വിക്രം പറയുന്നു. ജാട്ടലിന് അവിടെ നിന്ന് ഒരു തോക്ക് കിട്ടുന്നു. ആദ്യം അദ്ദേഹത്തെ വെടിവെച്ചുവെന്നും പിന്നെ അതേ തോക്കിന്റെ പാത്തി കൊണ്ട് മുഖത്ത് തുടർച്ചയായി അടിച്ച് ആരോ ദേഷ്യം തീർത്തതാണെന്നും അവന് മനസ്സിലാകുന്നു. ജാട്ടൽ ചോദിക്കുന്നു, വെടിവെച്ച മുഴങ്ങി, ഇത്രയൊക്കെ നടന്നിട്ടും ആരുമൊന്നും കേട്ടില്ലേ? രമേശ് അതേ കാര്യം ആവർത്തിക്കുന്നു. വിവാഹ വീടല്ലേ, ബഹളത്തിൽ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും രഘുവീറിന്റെ മരുമകൻ രവി അവിടെ എത്തി ബഹളം വെക്കുന്നു. ആ പെണ്ണിനെ പുറത്തിറക്കൂ. രഘുവീർ വിവാഹം കഴിക്കാനിരുന്ന രാധ എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് അവൻ സംസാരിച്ചിരുന്നത്. ജാട്ടൽ രാധയെ കണ്ട് ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ വിവാഹത്തിന് വീട്ടിൽ നിന്ന് ആരും വരാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ വേലക്കാരിയായ ചുന്നി പറയുന്നു, ഇവർക്ക് ആരുമില്ല, ഇവർ അനാഥയാണ്. ജാട്ടൽ പറയുന്നു, നിങ്ങൾ ആദ്യം രഘുവീറിന്റെ വെപ്പാട്ടിയായിരുന്നു, ഇപ്പോഴിതാ യജമാനത്തിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീട്ടിൽ ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലാത്തത്. കഥ 5 വർഷം പിന്നോട്ടു പോകുന്നു. അവിടെ ജാട്ടിൽ ട്രെയിനിൽ എവിടേക്കോ പോകുന്നത് കാണാം. അപ്പോൾ ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ അവളെ രക്ഷിക്കുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, രാധയായിരുന്നു. അപ്പോൾ ജാട്ടിൽ രാധയെ മുൻപ് കണ്ടിട്ടുണ്ട്, അവളുടെ ജീവൻ രക്ഷിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായി വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ജൂനിയർ ഓഫീസർ നന്ദു അറിയിക്കുന്നു, രഘുവീറിന്റെ ആദ്യ ഭാര്യ 5 വർഷം മുൻപ് മരിച്ചുപോയി. ഗ്വാളിയറിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കൊള്ളയടിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അതിനുശേഷം രഘുവീർ എവിടെ നിന്നോ രാധയെ കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും അറിയില്ല. MLA മുന്ന രാജാവ് രഘുവീറിന്റെ അടുത്ത സുഹൃത്താണ്. രഘുവീറിന്റെ മകൻ കരൺ ഒരിക്കൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ രഘുവീർ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് അവനെ ഇറക്കിക്കൊണ്ടുപോയത്. തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജാട്ടിൽ കൊലപാതകം നടന്ന മുറിയിലേക്ക് പോകുന്നു. അവിടെ അവനൊരു അശ്ലീല മാഗസിൻ കാണുന്നു. അതിലൊരു പെൺകുട്ടിയുടെ ചുണ്ടുകളുടെ ഫോട്ടോകൾ വെച്ചിരുന്നു. കട്ടിലിനടിയിൽ നിന്ന് അവനൊരു മുത്തും കിട്ടുന്നു. ജാട്ടിൽ തിരച്ചിൽ നടത്തുമ്പോൾ പുറത്തുനിന്ന് വെടിയൊച്ച കേൾക്കുന്നു. കരൺ രാധയെ ചീത്ത വിളിച്ചുകൊണ്ട് അവളുടെ പൂച്ചയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ജാട്ടിൽ അവനെ പിടിച്ചു വലിച്ച് കരണത്തൊരടി കൊടുക്കുന്നു. ഇത് കണ്ട് രവി ജാട്ടിലിനെ കുറിച്ച് പരാതിപ്പെടാനായി മുന്ന രാജാവിനെ ഫോൺ ചെയ്യുന്നു. ജാട്ടിൽ രാധയോട് ചോദിക്കുന്നു, നീയാണ് അവനെ കൊന്നതെങ്കിൽ അല്ലെങ്കിൽ കൊല്ലിച്ചതെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ സംശയമുണ്ടെങ്കിൽ അതും പറ. രാധ പറയുന്നു, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ നശിച്ചതാണ്. അദ്ദേഹത്തെ കൊന്ന് ഞാൻ എന്തിനാ അത് കൂടുതൽ നശിപ്പിക്കണം? സംശയം എല്ലാവരിലുമുണ്ട്, കാരണം ആരുമായും അദ്ദേഹത്തിന് അടുപ്പമില്ലായിരുന്നു. ജാട്ടിൽ പറയുന്നു, നിന്നെ യജമാനത്തിയാക്കിയല്ലോ, നിന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണുമല്ലോ. രാധ തന്റെ പുറം കാണിക്കുന്നു. അവിടെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് കണ്ട് രഘുവീർ രാധയോട് നന്നായി പെരുമാറിയില്ലെന്ന് ജാട്ടിലിന് മനസ്സിലാകുന്നു. ജാട്ടിൽ പറയുന്നു, അന്ന് നിന്റെ ജീവൻ രക്ഷിച്ചത് ഒരു സഹായമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ തോന്നുന്നു എനിക്ക് തെറ്റുപറ്റിയെന്ന്. എന്തു തന്നെയായാലും സംഭവിച്ചതിനി ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ എന്നോട് കള്ളം പറയരുത്. ജാട്ടിൽ മുന്ന രാജാവിന്റെ മൊഴിയെടുക്കാൻ പോകുമ്പോൾ മുന്ന രാജാവ് തന്റെ അധികാരം കാണിച്ച് അവനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ജാട്ടിൽ തന്റെ ജോലിയിൽ സത്യസന്ധനായിരുന്നതുകൊണ്ട് ആർക്കു മുൻപിലും തലകുനിക്കാൻ തയ്യാറായിരുന്നില്ല. ജാട്ടലിന്റെ സീനിയർ ഓഫീസർ അവനോട് പറയുന്നു, നീ മുന്ന രാജാവിനോട് സംസാരിച്ച രീതിയിൽ അദ്ദേഹം നിന്നോട് വളരെ ദേഷ്യത്തിലാണ്.
ഞങ്ങളോട് പരാതിപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മേലാൽ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കരുത്. ജൂനിയർ ഓഫീസർ നന്ദു ജാഠലിനോട് പറയുന്നു. 11:30 രഘുവീർ വിക്രമിനെ ശരിക്കും വിളിച്ചിരുന്നു. മറ്റൊരു കാര്യം, അന്ന് വിക്രമിന് മറ്റൊരു നമ്പറിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ജാഠൽ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് രാധയുടെ നമ്പറാണെന്ന് മനസ്സിലാകുന്നു. അതായത് രാധയും വിക്രമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. രാധയെ കണ്ടപ്പോൾ ജാഠലിന് മനസ്സിലായി അവൾ വിക്രമിനെ സ്നേഹിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നുവെന്നും. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. വിക്രമിന്റെ വിവാഹം മുന്ന രാജാവിന്റെ മകളുമായി ഉറപ്പിച്ചതോടെ ആ പ്രണയം അവസാനിച്ചു. വിക്രമും രാധയും ചേർന്നാണ് രഘുവീരനെ കൊന്നതെന്ന് ജാഠൽ കരുതുന്നു. അതിനാൽ അവൻ വിക്രമിനെ കസ്റ്റഡിയിലെടുക്കുന്നു. ജാഠൽ വിക്രമിനോട് ചോദിക്കുന്നു, ഒരേ വീട്ടിലായിരുന്നിട്ടും രാധ നിനക്ക് എന്തിനാണ് ഇത്രയധികം ഫോൺ ചെയ്തത്? വിക്രം പറയുന്നു, ഞാൻ അവളെ വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടാൻ സഹായിക്കുമെന്ന് അവൾ കരുതി. ഞാൻ പോയില്ല. അവൾ തന്നെ എന്റെ അടുത്തേക്ക് വന്നു. കാരണം ആ വീട്ടിൽ അവൾക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. ജാഠൽ പറയുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവൾ പീഡിപ്പിക്കപ്പെട്ടു. അവൾ കരഞ്ഞു നിലവിളിച്ചു. പക്ഷെ സഹായിക്കുന്നതിന് പകരം നിങ്ങൾ അവളെ ബലിയാടാക്കി. ഒരുപക്ഷെ രഘുവീരന് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നിരിക്കാമെന്നും അതുകൊണ്ട് വിക്രം അദ്ദേഹത്തെ കൊന്നതാകാമെന്നും ജാഠൽ കരുതി. എന്നാൽ ഇതിന് അവന്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവളെ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ജാഠൽ രാധയെ കസ്റ്റഡിയിലെടുത്തില്ല. അവൾ ജയിലിൽ പോയാൽ ആരും അവളെ പുറത്തിറക്കാൻ വരില്ല. ചിലർ അവൾ ജയിലിലാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. രഘുവീർ വിക്രമിനെ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ രഘുവീരന്റെ ഫോണിൽ വിരലടയാളങ്ങൾ ഒന്നും കിട്ടിയില്ല. ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വിരലടയാളം കാണണമല്ലോ എന്ന ചിന്ത ജാഠലിന്റെ മനസ്സിലുടക്കി. വിവാഹ സമയത്ത് എടുത്ത വീഡിയോ കണ്ടപ്പോൾ ജാഠലിന് മനസ്സിലായി കൊലപാതകം നടന്ന സമയത്ത് വേലക്കാരിയായ ചുന്നി വിളക്കുമായി രഘുവീരന്റെ മുറിയിലേക്ക് പോയിരുന്നു. കാരണം കറണ്ട് പോയിരുന്നു. ജാഠൽ ചുന്നിയെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ അവൾ ഭയപ്പെട്ടു. എന്തെങ്കിലും പറഞ്ഞാൽ അവർ തന്നെ കൊല്ലുമെന്ന് അവൾ പേടിച്ചു. ജാഠലിന്റെ നിഗമന പ്രകാരം ചുന്നി വിളക്കുമായി മുറിയിൽ ചെന്നപ്പോൾ രഘുവീരനെ മരിച്ച നിലയിൽ കണ്ടു. അവിടെ മറ്റാരോ ഉണ്ടായിരുന്നു. അവൾ താഴേക്ക് വരുമ്പോൾ കോണിപ്പടിയിൽ വെച്ച് അവളുടെ കയ്യിൽ നിന്ന് വിളക്ക് വീണുപോയി. ചുന്നി പറയുന്നു, ഇവർ എന്റെ അച്ഛനെയും കൊന്നതാണ്. എന്റെ അച്ഛൻ രഘുവീരന്റെ ഭാര്യയോടൊപ്പം ഗ്വാളിയറിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞങ്ങളെ ഫോൺ ചെയ്തിരുന്നു, വരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കൊള്ളയടിയിലല്ല മരിച്ചത്, ആരോ കൊന്നതാണ്. വലിയ ഉദ്യോഗസ്ഥർ എന്റെ അച്ഛന്റെ കേസ് അവസാനിപ്പിച്ചു. അതുകൊണ്ട് എന്തു പറ്റിയെന്ന് അറിഞ്ഞില്ല. എന്റെ മുത്തശ്ശി ഇതിന്റെ ആഘാതത്തിൽ മാനസിക രോഗിയായി. ജാഠൽ അവളുടെ അച്ഛൻ രാംധീന്റെ കേസ് ഫയൽ വായിച്ചപ്പോൾ മനസ്സിലായി അവർ വന്ന അതേപോലത്തെ ഒരു കാറിന്റെ റിപ്പോർട്ട് അക്ബർപൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. കൊള്ളയടിയിൽ കാറും മൃതദേഹവും കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ കേസിനും ഈ കേസിനും എന്തോ ബന്ധമുണ്ടെന്ന് ജാഠലിന് സംശയം തോന്നി. ജാഠൽ അക്ബർപൂർ സ്റ്റേഷനിൽ പോയപ്പോൾ കേസിന്റെ സാധനങ്ങളിൽ നിന്ന് ഒരു ട്രക്കിന്റെ ഭാഗം കിട്ടി. അതിലൊരു ലോഗോ ഉണ്ടായിരുന്നു. ലോഗോ ഒരു തൂകൽ ഫാക്ടറിയുടേതായിരുന്നു. അപ്പോൾ ട്രക്കും അവിടുത്തേതായിരിക്കും. ഫാക്ടറിയുടെ ഉടമ ആരാണെന്ന് അന്വേഷിക്കാൻ അവൻ അവിടെ എത്തി. ഒരു MLAക്ക് വേണ്ടി ആ ഫാക്ടറി നടത്തിയിരുന്ന ഒരു കശാപ്പുകാരനെ കുറിച്ച് അവൻ അറിഞ്ഞു. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട സ്ത്രീയെ കൊല്ലുന്ന ആൾ അവനായിരുന്നു. ആസിഡ് വീണ് അവന്റെ കൈകളും പൊള്ളിയിരുന്നു. ആ ഫാക്ടറി MLA മുന്ന രാജാവിന്റേതായിരുന്നു. ഈ കശാപ്പുകാരൻ അയാൾക്ക് വേണ്ടിയായിരുന്നു ജോലി ചെയ്തിരുന്നത്. രഘുവീരന്റെ ഭാര്യയെ കൊല്ലുന്നതിൽ മുന്ന രാജാവിന് പങ്കുണ്ടെന്ന് ജാഠലിന് മനസ്സിലായി. മുന്ന രാജാവും ജൂനിയർ സീനിയർ ഉദ്യോഗസ്ഥരുമെല്ലാം രാധയാണ് കൊലയാളി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ മറ്റെന്തോ കളിയുണ്ടെന്ന് ജാഠലിന് തോന്നി. അടുത്ത ദിവസം ചുന്നിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തി. ജാഠലിന് സഹായം നൽകിയാൽ കൊല്ലപ്പെടുമെന്ന് ചുന്നി ഭയപ്പെട്ടിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇത് മുന്ന രാജാവ് ആ കശാപ്പുകാരനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് ജാഠലിന് ഉറപ്പായി. എന്നാൽ നന്ദു ജാഠലുമായി തർക്കിച്ചു. നിങ്ങൾ എന്തിനാണ് രാധയെ പിടിക്കാതിരിക്കുന്നത്? അവൻ ജാഠലിനെ കുറ്റപ്പെടുത്തി. നിങ്ങൾ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി, അതുകൊണ്ടാണ് അവളെ രക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ അവർ തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ജാഠലിന് നേരെയും വധശ്രമമുണ്ടായി. പക്ഷെ അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളെ പറ്റിയുള്ളൂ. കേസ് തന്റെ കയ്യിൽ നിന്നും പോകുമെന്നും രാധയെ കുറ്റവാളിയാക്കി ജയിലിൽ അടയ്ക്കുമെന്നും ജാഠലിന് മനസ്സിലായി. അതിനാൽ മറ്റാരെങ്കിലും അവളിലേക്ക് എത്തും മുൻപ് ജാഠൽ തന്നെ അവളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ട്രെയിനിൽ പോകുമ്പോൾ കശാപ്പുകാരൻ അവരെ കൊല്ലാനെത്തി. പക്ഷെ അവർ രണ്ടുപേരും അവനെ ട്രെയിനിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. രാധ ജാഠലിനെ ഒളിക്കാനായി ഗ്വാളിയറിലുള്ള രഘുവീറിന്റെ ഫാം ഹൌസിലേക്ക് കൊണ്ടുപോയി. രഘുവീർ തന്നെ അവിടെയാണ് താമസിപ്പിച്ചിരുന്നതെന്നും വീട്ടിൽ ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലെന്നും അവൾ പറഞ്ഞു. മോശം ആളുകളിൽ നിന്ന് രാധയെ രക്ഷിച്ചും അവൾക്കൊരു പരിചയമായി നിന്നും ജാഠലിന് അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ഫോറൻസിക് ഡോക്ടറിൽ നിന്ന് നന്ദുവിന് വിവരം ലഭിച്ചു. ചുന്നിയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് കൊലയാളിയുടെ ചർമ്മത്തിന്റെ അംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നന്ദു തന്റെ സീനിയർ ഓഫീസറെ കാണാൻ പോയപ്പോൾ അവിടെ മുന്ന രാജാവും ആളുകളും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ആ കശാപ്പുകാരനും ഉണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് വീണിട്ടും അവൻ രക്ഷപ്പെട്ടിരുന്നു. അവന്റെ കൈകളിൽ പോറലുകൾ നന്ദു ശ്രദ്ധിച്ചു.
അപ്പോൾ ചുന്നിയെ കൊന്നത് ഇവനാണെന്ന് അവന് മനസ്സിലായി. കഴുത്ത് ഞെരിച്ചപ്പോൾ ചുന്നി രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കാം. ആ സമയത്ത് ഇവന്റെ ചർമ്മം അവളുടെ നഖങ്ങൾക്കിടയിൽ കുരുങ്ങിയതാവാം. ജാട്ടിലിന് രാധയുടെ ബാഗിൽ നിന്ന് ഒരു ദുപ്പട്ട കിട്ടി. അതിൽ രഘുവീരന്റെ മുറിയിൽ നിന്ന് കിട്ടിയ അതേപോലുള്ള മുത്തുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് കൊലപാതകം രാധയും വിക്രമും ചേർന്നാണ് ചെയ്തതെന്നും താൻ വെറുതെയാണ് അവളെ രക്ഷിക്കുന്നതെന്നും അവന് തോന്നി. ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ രാധ പറഞ്ഞു, വിക്രമിന് ധൈര്യമില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി അവൻ എന്നെ സഹായിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. വിക്രം അവന്റെ പ്രതിശ്രുത വധുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ രഘുവീരനോട് നമ്മളെക്കുറിച്ച് എല്ലാം പറയാൻ പോവുകയാണെന്ന്. രാധ പോകുമ്പോൾ വിക്രം ഒളിച്ചും പാത്തും പിന്നിലെ വഴിയിലൂടെ വന്ന് അവളെ തടഞ്ഞു. എന്നിട്ടും രാധ രഘുവീരന്റെ മുറിയിലേക്ക് കയറി. അവളെ തടഞ്ഞുകൊണ്ട് വിക്രമും അകത്തേക്ക് വന്നു. പക്ഷെ അവർ കണ്ടത് രഘുവീർ മരിച്ചു കിടക്കുന്നതാണ്. അപ്പോഴേക്കും വിളക്കുമായി ചുന്നിയും അവിടെ എത്തി. കൊലപാതകം ചെയ്തത് ഇവർ രണ്ടുപേരുമാണെന്ന് അവൾക്ക് തോന്നി. രാധ പറഞ്ഞു, വിക്രം എന്നെ താഴേക്ക് അയച്ചു. ഞാൻ പോയതിനു ശേഷം അവൻ ചുന്നിയോട് എന്തോ പറഞ്ഞു. അതിനുശേഷം അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ചുന്നി താഴെ വന്ന് കോണിപ്പടിയിൽ വിളക്ക് താഴെയിട്ടു. അങ്ങനെ ആരും ചില്ല് കണ്ട് മുകളിലേക്ക് വരാതിരിക്കാൻ. കുറച്ചു കഴിഞ്ഞ് വിക്രം മുൻവാതിലിലൂടെ വന്ന് ഞങ്ങളെ എല്ലാം അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. ജാട്ടിലിന് നന്ദുവിന്റെ ഫോൺ വന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. ചുന്നിയെ കൊന്നത് മുന്ന രാജാവിന്റെ ആളാണ്. ഒരു പക്ഷെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയാകാം. താൻ രാധയെ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു വരികയാണെന്ന് ജാട്ടിൽ സീനിയറെ അറിയിക്കുന്നു. ജാട്ടിലിന് ഒരു ക്ലിനിക്കിന്റെ ബില്ല് കിട്ടി. അതിൽ രഘുവീരന്റെ ഭാര്യ കവിതയുടെ പേരുണ്ടായിരുന്നു. അത് ഗ്വാളിയറിലെ ഒരു ക്ലിനിക്കിന്റേതായിരുന്നു. അവൾ മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അതൊരു അബോർഷൻ ക്ലിനിക് ആയിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവൻ കവിതയുടെ സഹോദരന്റെ അടുത്തേക്ക് പോയി. അവൻ പറഞ്ഞു, ചേച്ചി ഇവിടെ കരണിന് വേണ്ടിയാണ് വന്നത്. കരണിന് ആ വർഷം മലേറിയ ആയിരുന്നു. സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് അവൻ ഇവിടെ തങ്ങുകയായിരുന്നു. ചേച്ചിയും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ അന്വേഷിക്കാം. ഞങ്ങൾ കള്ളം പറയുന്നില്ല. ജാട്ടിൽ ചോദിച്ചു, നിങ്ങളുടെ സഹോദരി അത്രയും രാത്രി കാൺപൂരിലേക്ക് എന്തിനു പോയി? രമേശ് പറഞ്ഞു, അന്ന് രാത്രി ഒരു ഫോൺ വന്നു, അതുകൊണ്ട് അവൾ പോയി. 1-2 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചപ്പോൾ അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. കാൺപൂരിൽ നിന്ന് വരികയാണെന്നും എത്തിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. പക്ഷെ അവൾ മരിച്ചുപോയി. രഘുവീരിന്റെ ഫാം ഹൌസിലെ ജോലിക്കാരനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി, രഘുവീർ ഏതെങ്കിലും സ്ത്രീയെ കൊണ്ടുവന്നാൽ തനിക്ക് വിവരം നൽകണമെന്ന് കവിത ആവശ്യപ്പെട്ടിരുന്നുവെന്ന്. രാധയെ കസ്റ്റഡിയിലെടുത്ത് ഒരിടത്ത് കൊണ്ടുവരാൻ നന്ദുവിന് ഓർഡർ കിട്ടിയിരുന്നു. അവിടെ അവളെ കൊല്ലാനായിരുന്നു പദ്ധതി. ജാട്ടിൽ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. രാധയെ കൊല്ലാൻ കശാപ്പുകാരനെ അയച്ചു. പക്ഷെ അവിടെ ജാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് കശാപ്പുകാരന്റെ പ്ലാൻ നടന്നില്ല. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കശാപ്പുകാരൻ വീട്ടിലേക്ക് പോയപ്പോൾ ചുന്നിയുടെ അമ്മ അവിടെ എത്തി അവന്റെ മേൽ എണ്ണയൊഴിച്ച് അവന് ജീവനോട് കത്തിച്ചു. അവൻ അവരുടെ മകളെ കൊന്നതിന് അവർ അങ്ങനെ പ്രതികാരം ചെയ്തു. ഇനി നമ്മൾ കാണുന്നത് മുന്ന രാജാവും ബാക്കി കുടുംബാംഗങ്ങളും ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പോഴേക്കും ജാട്ടിൽ രാധയെയും കൊണ്ട് അവിടേക്ക് വരുന്നു. ജാട്ടിൽ കരുണയോട് പറയുന്നു, രവി നിങ്ങളുടെ സഹോദരൻ കരണിന് മയക്കുമരുന്ന് കൊടുത്തതിന് പിടിക്കപ്പെട്ടിരുന്നു. സ്കൂളുകാർ രഘുവീരന് ഈ വിവരം നൽകിയിരുന്നു. നിങ്ങളുടെ അമ്മയും അവരുടെ ഡ്രൈവറും മുന്ന രാജാവിന്റെ തുകൽ ഫാക്ടറിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. മുന്ന രാജാവാണ് രഘുവീരന്റെ ഭാര്യ കവിതയെ കൊലപ്പെടുത്തിയത്. കവിത അന്ന് രാത്രി ഭർത്താവ് രഘുവീരന്റെ ഫാം ഹൌസിലെത്തി. രഘുവീർ ഒരു പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്നത് അവർ കണ്ടു. ആ പെൺകുട്ടി നഗ്നയായിരുന്നു. രഘുവീർ അവളുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ആ പെൺകുട്ടി വസുതയായിരുന്നു, രഘുവീരന്റെ മരുമകൾ. ഇത് കണ്ട് കവിത ഞെട്ടിപ്പോയി. രഘുവീരനെ കൊന്നത് വസുതയാണ്. അന്ന് അവൾ പ്രായപൂർത്തിയാവാത്തവളായിരുന്നു. അവൾ പലതവണ ചൂഷണം ചെയ്യപ്പെട്ടു. ഒരിക്കൽ അബോർഷനും നടത്തേണ്ടി വന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സസ്പെൻഷനോടൊപ്പം അവരുടെ ലോക്കൽ ഗാർഡിയനെ വിവരം അറിയിച്ചു. ആ ലോക്കൽ ഗാർഡിയൻ മറ്റാരുമല്ല, രഘുവീർ സിംഗ് തന്നെയായിരുന്നു. ഗ്വാളിയറിലെ ക്ലിനിക്കിൽ കവിതയുടെ പേരിൽ ഒരു അബോർഷൻ നടത്തി. അടുത്ത ദിവസം വസുതയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതേ രാത്രി കവിതയും അവരുടെ ഡ്രൈവറും അപ്രത്യക്ഷരായി. അടുത്ത ദിവസം ചുന്നി തന്റെ അച്ഛനെ കാണാനില്ലെന്ന് FIR നൽകി. അതിൽ അന്വേഷണം ഒന്നും നടന്നില്ല. അബോർഷൻ കാരണമാണ് വസുതയെ പുറത്താക്കിയത്. ഞങ്ങളുടെ കയ്യിൽ പ്രിൻസിപ്പലിന്റെ മൊഴിയുണ്ട്. ക്ലിനിക്കിലെ ബില്ലുകളുണ്ട്. അവിടുത്തെ കെയർ ടേക്കർ അവളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായി രഘുവീരന്റെ രക്തം പുരണ്ട വസുതയുടെ ദുപ്പട്ട അവൾ അത് രാധയുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു. 10 മണിവരെ വസുത അതേ ദുപ്പട്ടയാണ് ധരിച്ചിരുന്നത്. വിവാഹ വീഡിയോയിൽ അവളെ കാണാതായ സമയത്താണ് കൊലപാതകം നടന്നത്. അവൾ തിരിച്ചു വന്നപ്പോൾ ദുപ്പട്ട മാറ്റിയിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് മുന്ന രാജാവിന് മനസ്സിലായി. അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോൾ വിക്രം പറഞ്ഞു, നിങ്ങളുടെ കുടുംബവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. മുന്ന രാജാവ് പറയുന്നു.
അന്ന് രാത്രി കവിത പ്രമീളയെ ഫോൺ ചെയ്ത് തന്റെ മകൾ വസുതയോട് നടക്കുന്നതെല്ലാം പറഞ്ഞിരുന്നു. കവിത അവളുടെ സഹോദരൻ രമേശിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ നിങ്ങളുടെ അമ്മ അവളോട് കാൺപൂരിലേക്ക് വരാൻ അപേക്ഷിച്ചു. ഈ രഹസ്യം പുറത്തു വരാതിരിക്കാൻ കവിതയെയും ഡ്രൈവറെയും കൊന്നത് പ്രമീളയാണ്. നിങ്ങളുടെ അമ്മ സ്വന്തം മകളുടെ കുറ്റവാളിയോട് സ്വയം ക്ഷമിച്ചു. എന്നിട്ട് ഞങ്ങളോട് രാധയെ ഏർപ്പാടാക്കാൻ പറഞ്ഞു. അങ്ങനെ അവളുടെ മകൾ രഘുവീരിൽ നിന്ന് രക്ഷപ്പെടാൻ. നിങ്ങളുടെ അമ്മ ആഗ്രഹിച്ചത് രഘുവീരന്റെ സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കണമെന്നും നിങ്ങൾ ഈ വീടിന്റെ അവകാശിയാകണമെന്നുമായിരുന്നു. അതിനാലാണ് ആ രഹസ്യം മറച്ചുവെക്കാൻ ഇതെല്ലാം ചെയ്തത്. രഘുവീരന്റെ ഈ വൃത്തികെട്ട രഹസ്യം പുറത്തു വന്നാൽ വിക്രമിന് ഒന്നും കിട്ടില്ലായിരുന്നു. സത്യം പുറത്തു വന്നതിനു ശേഷവും പ്രമീള പ്രതീക്ഷിച്ചിരുന്നത് മുന്ന രാജാവ് തന്റെ മകളുടെ വിവാഹം വിക്രമുമായി തന്നെ നടത്തുമെന്നും താൻ ചെയ്തതെല്ലാം ശരിയായിരുന്നുവെന്നും മകന് വേണ്ടിയാണ് ചെയ്തതെന്നും എല്ലാവരും മനസ്സിലാക്കുമെന്നുമായിരുന്നു. വിക്രം അമ്മയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകൂ. പ്രമീള ചെയ്തതിന് ഒരു മാപ്പും ഉണ്ടായിരുന്നില്ല. അവൾ തന്റെ മുറിയിൽ പോയി സ്വയം വെടിവെച്ച് മരിച്ചു. അടുത്ത ദിവസം അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. പക്ഷെ അവർ മരിച്ചതിൽ ആർക്കും ദുഃഖമുണ്ടായിരുന്നില്ല. ഇനി വസുത ജാട്ടിലിനോട് പറയുന്നു അവൾ എന്തിനാണ് രഘുവീരനെ കൊന്നതെന്ന്. അവൾ അവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, താൻ എല്ലാവരോടും സത്യം പറയുമെന്ന്. എന്നിട്ടും രഘുവീരന് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. പകരം അവളോട് മോശമായി പെരുമാറിക്കൊണ്ട് പറഞ്ഞു, കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ചത്തോളൂ എന്ന്. ഇത് കേട്ട് വസുധയുടെ മനസ്സിൽ ദേഷ്യം ആളിക്കത്തി. ആ ദേഷ്യത്തിൽ അവൾ തോക്കെടുത്ത് രഘുവീരനെ വെടിവെച്ചു. പിന്നെ ദേഷ്യം തീർക്കാനായി തോക്കിന്റെ പാത്തി കൊണ്ട് അവന്റെ മുഖത്ത് തുടർച്ചയായി അടിച്ചു. അത് സ്വാഭാവികമായിരുന്നു. കാരണം വർഷങ്ങളായി ആ ദുഷ്ടനോടുള്ള വെറുപ്പ് ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവിടെ നിന്ന് പോകുമ്പോൾ രാധയുടെ ദുപ്പട്ടയിൽ നിന്ന് ഒരു മുത്ത് താഴെ വീണു. അത് അന്വേഷണത്തിനിടെ ജാട്ടലിന് കിട്ടിയിരുന്നു. രക്തം പുരണ്ട ദുപ്പട്ട അവൾ രാധയുടെ ബാഗിൽ വെച്ചു. പിന്നെന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കേസ് പരിഹരിച്ചതിനു ശേഷം ജാട്ടൽ തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവിടെ അവന്റെ അമ്മ അവനു വേണ്ടി പെണ്ണ് നോക്കുന്ന തിരക്കിലാണ്. തന്റെ മകന് ആരെയോ ഇഷ്ടമായെന്ന് അവർക്ക് മനസ്സിലായി. പെൺകുട്ടികൾ കറുത്തവനെന്ന് പറഞ്ഞ് ജാട്ടലിനെ നിരസിച്ചിരുന്നു. അതുകൊണ്ട് അവൻ വെളുക്കാൻ ക്രീം പുരട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ആ ക്രീം ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം മറ്റൊരാൾ തന്നെ താനായിരിക്കുന്നത് പോലെ ഇഷ്ടപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. രാധ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ജാട്ടലുടൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തന്റെ കൂടെ ജീവിതം മുഴുവൻ ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടു. രാധ ലജ്ജയോടെ അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കുന്നു. ഈ കഥയോടൊപ്പം ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.